ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. പലരും വളരെ കോമൺ ആയിട്ട് ഡോക്ടർമാരോട് പറയുന്ന ഒരു പ്രശ്നമാണ്, ഡോക്ടർ എനിക്ക് മുടി നീട്ടി വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മുടി നീട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് പൊട്ടിപ്പോകും, ചിലർക്ക് ഇത് ഊരിപ്പോകും. ഇത് കാരണം എന്ത് ചെയ്യും, പലരും മുടി നീളം കുറച്ച് വെട്ടി നിർത്തും. പുരുഷന്മാർക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവാക്കൾക്ക് മുടി നീട്ടി വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നീട്ടി വളർത്തി കഴിഞ്ഞാൽ കാണാം അവരുടെ മുടിയുടെ ഉള്ളു കുറഞ്ഞു വരുന്നു, മുടി കൂടുതലായിട്ട് ഊരിപ്പോകുന്നു എന്നുള്ളത്. ഇത് ചെറുപ്പക്കാരിലും സ്ത്രീകളിലും പുരുഷന്മാരിലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് മുടി നീട്ടി വളർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നതെന്നും ഇത് മാറ്റാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു 10-12 കാര്യങ്ങൾ എന്തെല്ലാമെന്ന് ഞാൻ വിശദീകരിക്കാം. ഇതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത്, മുടി നീളമുള്ളവർക്കും ചെറിയ മുടിയുള്ളവർക്കും മുടി പൊഴിയുന്നത്, ഒരു ദിവസം പൊഴിയുന്ന മുടിയുടെ എണ്ണം ഏകദേശം ഒരുപോലെ തന്നെയാണ്. പിന്നെ നീളമുള്ളവർക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് കൂടുതൽ മുടി പൊഴിയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ചെറിയ മുടിയുള്ളവർക്ക് ഇത് പെട്ടെന്ന് തിരിച്ചറിയത്തില്ല. കാരണം ചെറിയ മുടികൾ പൊഴിഞ്ഞു വീണിരുന്നാലും നമ്മൾ കാണത്തില്ല. പക്ഷേ നീളമുള്ള മുടി, ഇപ്പോൾ നമുക്ക് ചെറിയ മുടി ഇപ്പോൾ ഒരു ദിവസത്തിൽ ഏകദേശം ഒരു 40 മുടി വരെ പൊഴിയുന്നത് ആരോഗ്യകരമാണ്. ഇത് ഈ 40 എണ്ണം പോകുന്നത് നമ്മൾ കാണത്തില്ല, യൂഷ്വലി ചെറിയ മുടിയല്ലേ. എന്നാൽ നീളമുള്ള മുടി ഒരു 40 എണ്ണം ആകുമ്പോഴുള്ള ഒരു അവസ്ഥ എന്താ, നമ്മുടെ ബെഡിൽ ഇത് കിടക്കുന്നതാണ്, ടവലിൽ ഇതിന്റെ സാന്നിധ്യം ഉണ്ടാവും, ബാത്റൂമിൽ കിടക്കുന്നതാണ്. ഇത് കാണുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പാനിക്കാവും, നമ്മൾ കൂടുതൽ ടെൻഷനിലാവും എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇതല്ലാതെ മുടി നീട്ടി വളർത്തുന്നവർക്ക് കൂടുതൽ മുടി പൊഴിയാനുള്ള ചില സാഹചര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകക്കുറവാണ്. മുടി ശരിയായിട്ട് വളരുന്നതിനും നിലനിൽക്കുന്നതിനും മുടിക്ക് വേണ്ട ന്യൂട്രിയൻസ് ആവശ്യമാണ്. വൈറ്റമിൻ എ, ബി കോംപ്ലക്സ്, വൈറ്റമിൻ ഡി, വൈറ്റമിൻ കെ പോലുള്ളവയും മിനറൽസ്, പ്രത്യേകിച്ച് സെലീനിയം, മെഗ്നീഷ്യം പോലുള്ളവ ധാരാളം ആവശ്യമാണ്. എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് തിരക്കേറിയ ജീവിതശൈലിയിൽ ഓടുന്നവർക്ക് പലപ്പോഴും മുടിക്ക് ഉള്ളുണ്ടാകത്തില്ല, മുടിക്ക് കട്ടി ഉണ്ടാകത്തില്ല. ആവശ്യത്തിന് പ്രോട്ടീൻ ഫുഡ് കിട്ടിയാൽ മാത്രമേ മുടിക്ക് കട്ടി നൽകുന്ന കെരാറ്റിൻ കൂടുതൽ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. പലപ്പോഴും ചെറിയ മുടിയുള്ളവർ കുഴപ്പമില്ല, നീളമുള്ള മുടി നമ്മൾ ഈ കെരാറ്റിൻ, ആവശ്യത്തിന് പ്രോട്ടീൻ ഇല്ലാതെയാണ് വളർന്നു വരുന്നതെന്നുണ്ടെങ്കിൽ ഈ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാൻ കാരണമാകും. മുടി പൊട്ടുന്ന, ഇപ്പം നിങ്ങൾ സ്പ്ലിറ്റ് എൻഡ്സ് എന്നൊക്കെ പറയത്തില്ലേ, മുടിയുടെ അറ്റം പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ, മുടി മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ, ഇതെല്ലാം കെരാറ്റിൻ ശരീരത്തിൽ പ്രോപ്പറായിട്ട് സിന്തസൈസ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസിന് വരുന്ന വ്യത്യാസമാണ് ഇത്തരത്തിൽ മുടി പൊട്ടിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തത് എന്ന് പറയുന്നത്, നിങ്ങൾ പലപ്പോഴും മുടി ഫോഴ്സ്ഫുള്ളി, അതായത് നീളമുള്ള മുടി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വരുന്ന പ്രശ്നം പലപ്പോഴും മുടി പൊഴിച്ചിലിന് കാരണമാകാറുണ്ട്. അതായത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പലപ്പോഴും നീളമുള്ള മുടിയുടെ പ്രത്യേകത എന്താണ്, ഇത് പ്രോപ്പറായിട്ട് പിടിച്ച് കെട്ടിവെക്കണം അല്ലേ. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒന്നുകിൽ മുകളിൽ കെട്ടിവെക്കുന്നതാണ്, ഇല്ലെങ്കിൽ ബാക്കിൽ കെട്ടിവെക്കുന്നതാണ്. വളരെ ഫോഴ്സ്ഫുള്ളി ബാക്കിലേക്ക് പിടിച്ചു വെച്ച് നമ്മൾ കെട്ടുന്ന സമയത്ത് മുടിക്ക് ഒരു പുള്ളിങ് എഫക്റ്റ് ഉണ്ടാവും. റൂട്ടിൽ നിന്ന് എപ്പോഴും മുകളിലേക്ക് ഒരു പുള്ളിങ് എഫക്റ്റ് വരും. ഇങ്ങനെ പുള്ളി ചെയ്യപ്പെടുമ്പോൾ, മുടിക്ക് വലിക്കപ്പെടുമ്പോൾ റൂട്ടിൽ നിന്നും റൂട്ടിന്റെ പ്രഷർ കൂടുകയും മുടി ഒന്നുകിൽ ഊരിപ്പോവും, ഇല്ലെങ്കിൽ മുടി നേർത്ത് വളരുന്നതിന് കാര്യമാകും. ഇതുകൊണ്ടാണ് മുടി നീളമുള്ളവർ, പ്രത്യേകിച്ച് യുവാക്കളെല്ലാം മുടി നീട്ടി വളർത്തി കഴിഞ്ഞാൽ ഉള്ളു കുറഞ്ഞു വരുന്ന പോലെ, മുടി നേർത്ത് വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നത്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ തലയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, തൊപ്പി ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ഹെൽമെറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ശരിയായിട്ടല്ല ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ മുടി ഇതിനകത്ത് ഉടക്കിയിട്ട് ഇവ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെയേറെയാണ്. നമ്മൾ കുളിച്ചു കഴിഞ്ഞിട്ട്, ഇപ്പോൾ ചെറിയ മുടിയൊക്കെ ആണെങ്കിൽ നമുക്ക് തല ഉണക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. നമ്മൾ 2-3 തവണ തുടച്ചാൽ തന്നെ തലയിലുള്ള ജലാംശം പോകും. എന്നാൽ നീളമുള്ള മുടി നമ്മൾ എത്ര തവണ തോർത്തിയാലാണ് അത് ശരിയാകുന്നത്? നമ്മൾ ഇത്തരത്തിൽ തുടർച്ചയായിട്ട് നമ്മൾ ടവൽ ഉപയോഗിച്ച് തോർത്തുന്ന സമയത്ത് മുടിക്ക് ഈ പറഞ്ഞ പുള്ളിങ് എഫക്റ്റ് വരികയും പൊഴിയാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. കാരണം നമ്മൾ കുളിച്ചു കഴിയുമ്പോൾ തലയിൽ നനഞ്ഞിരിക്കുന്ന ഹെയർ ഫോളിക്കിൾ വളരെ നനഞ്ഞിരിക്കുന്ന സമയത്ത്, കുതിർന്നിരിക്കുന്ന സമയത്ത് വളരെ ഹെൽത്തി അല്ലാത്ത മുടിയിഴകൾ പെട്ടെന്ന് ഊരിപ്പോകുന്നത് കാണാം. ഈ പറഞ്ഞ കാരണങ്ങളാണ് ഏറ്റവും കോമൺ ആയിട്ട് ഈ മുടി പൊഴിച്ചിലിന് കാരണമാകുന്നത്. ഇതുകൂടാതെ നമുക്ക് തലയോട്ടിയിൽ വരുന്ന ചില സ്കിൻ കണ്ടീഷൻ, സാധാരണ എല്ലാവരും കോമൺ ആയിട്ട് താരൻ എന്ന് വിളിക്കുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, തലയോട്ടിയിൽ സ്കിന്ന് ഡ്രൈ ആയിട്ട് തലയോട്ടിയിൽ സ്കിന്ന് പൊറ്റ പോലെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ, പലപ്പോഴും ഈ നമ്മുടെ ഹെയർ റൂട്ടിന് വളരെയധികം പ്രഷർ വരികയും ഈ ഹെയർ റൂട്ടിൽ നിന്നും ഈ മുടി ഊരിപ്പോകാനും മുടി നേർത്ത് പോകുന്നതിനും കാരണമാകാറുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ, നമ്മൾ മുടി നീട്ടി വളർത്തുമ്പോൾ മുടി പൊഴിച്ചിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുടി പൊഴിച്ചിലുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓവർ കെയറിങ് ആകാതിരിക്കുക. പലരും
മുടി നീളമുള്ള മുടി കെയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പലവിധ പ്രോഡക്ട്സും വാങ്ങി തലയിൽ തേക്കുകയും കൂടുതലായിട്ട് മുടിയെ കെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മുടി ഏത് നേച്ചറാണെന്നും ഇത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും ശരിയായിട്ട് അറിയാതെ ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് മുടിക്ക് പലപ്പോഴും ഗുണമല്ല ചെയ്യുന്നത്, ദോഷമാണ് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുടി പൊഴിയുന്നുണ്ടല്ലോ എന്ന രീതിക്ക് നിങ്ങൾ ഓവറായിട്ട് സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ ഇതും മുടി പൊഴിച്ചിൽ കൂട്ടുന്നതിന് കാരണമാകും. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുടിക്ക് നമ്മൾ മലയാളികളുടെ കോമൺ ആയിട്ടുള്ള ശീലമാണ് മുടി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ശരിയായിട്ട് ഡെയിലി 2 നേരമോ 3 നേരമോ കുളിച്ചു കഴിഞ്ഞാൽ തലമുടി കൂടുതൽ വൃത്തിയാകും എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾ മാറ്റണം. കൂടുതൽ തവണ കുളിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് മുടി കൂടുതൽ ഡ്രൈ ആയി പോകാനും പെട്ടെന്ന് പൊട്ടിപ്പോകാനും കാരണമാകും. നിങ്ങളിത് തലയിൽ ഒന്നും തേക്കാതെ പ്രത്യേകിച്ച് ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാതെ കുളിച്ചാൽ പോലും ഇത് സംഭവിക്കും. എങ്ങനെയാണെന്ന് വിശദീകരിക്കാം. നമ്മുടെ എല്ലാവരുടെയും തലയോട്ടിയിലും നിങ്ങൾക്കറിയാം മുഖത്തും എല്ലാം തന്നെ സ്കിന്നിനെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സെബം എന്ന് പറഞ്ഞ് ചെറിയൊരു എണ്ണമയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ഈ കുളിക്കാതൊക്കെ ഇരിക്കുന്ന സമയത്ത് മുഖത്തൊരു എണ്ണമയം വരുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. ഇതാണ് സെബം എന്ന് പറയുന്നത്. ഇത് തന്നെ നമ്മുടെ തലയോട്ടിയിലുമുണ്ട്. സെബം തലയോട്ടിയിൽ ഉണ്ടാകുന്നത് ഒന്ന് നമ്മുടെ തലയോട്ടിക്ക് ഒരു നറിഷ്മെൻറ്റ്, തലയോട്ടി സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കുന്നതിനും ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതോടൊപ്പം മുടിക്ക് സംരക്ഷണം നൽകുന്നതിനുമാണ്. സെബത്തിൻ്റെ പ്രത്യേകത, എണ്ണമയത്തിൻ്റെ പ്രത്യേകത, ഇത് മുടിയുടെ റൂട്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കലി കെരാറ്റിൻ കവർ ചെയ്ത് മുടിയുടെ എൻഡ് വരെ വന്ന് മുടിയെ കറക്റ്റ് ഒരു എണ്ണമയം ഉള്ളതാക്കി നിലനിർത്തുന്നു. ഒരു 2-3 ദിവസം കുളിച്ചില്ലെങ്കിൽ മുടിക്ക് ചെറിയൊരു എണ്ണമയം മെയിൻറ്റെയിൻഡ് ആകുന്നത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ഇതിന് കാരണം ഈ സെബമാണ്. നിങ്ങൾ ഡെയിലി 3 നേരം കുളിക്കുന്ന സമയത്ത് തലയിലുള്ള ഈ എണ്ണമയം പെട്ടെന്ന് പോവുകയും മുടി പെട്ടെന്ന് ഡ്രൈ ആയി പോവുകയും പൊട്ടിപ്പോകാനുള്ള ഒരു സാധ്യത വരികയും ചെയ്യും. അതുകൊണ്ട് മുടി നീട്ടി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡെയിലി 1 നേരം കുളിക്കുക, അല്ലെങ്കിൽ ഒന്നടവിട്ട ദിവസം കുളിച്ചാലും മതി. നമുക്ക് മുടി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, കിട്ടുന്ന പലവിധ പ്രോഡക്ട്സ് എടുത്ത് തലയോട്ടിയിൽ പ്രയോഗിക്കാതിരിക്കുക. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന 99% ഷാമ്പൂകളും അതേപോലെ തന്നെ ക്ലീൻസിങ് ഏജന്റുകളും എല്ലാം തന്നെ മുടിക്കും നമ്മുടെ തലയോട്ടിക്കും ഡ്രൈനെസ് ഉണ്ടാക്കുന്ന, വരൾച്ച ഉണ്ടാക്കുന്നവയാണ്. നിങ്ങൾ ചെറിയ മുടിയാണെങ്കിൽ കുഴപ്പമില്ല, എന്നാൽ നീളമുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ ഇവ മുടിയുടെ കെരാറ്റിനിൽ ബ്രേക്ക് വരുന്നതിന്, മുടി പൊട്ടിപ്പോകുന്നതിന് കാരണമാവുകയും ചെയ്യും. ഇനി 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുളിച്ച ഉടനെ തന്നെ നിങ്ങൾ വളരെ ശക്തിയായിട്ട് തലയിൽ ടവൽ ഉപയോഗിച്ച് തലയിലെ മുടി ഉണക്കാനായിട്ട് ശ്രമിക്കരുത്. പലരും ചെയ്യുന്നത് തിരക്കേറിയ ലൈഫ് സ്റ്റൈലിൻ്റെ ഇടയിൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ടവൽ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ തലമുടി ഉണക്കാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ ചെയ്താലുള്ള പ്രശ്നം ഞാൻ നേരത്തെ വിശദീകരിച്ചല്ലോ. തലമുടി ലൂസായിട്ട് നിൽക്കുന്ന മുടിയിഴകൾ ഒരുപക്ഷെ ടവലിൽ ഉടക്കി അങ്ങ് ഇളകിപ്പോവും. നീളമുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ ഇവ ഇങ്ങനെ എവിടെയെങ്കിലും കൊളുത്താനും ഇളകിപ്പോകാനുമുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നീളമുള്ള മുടിയുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുന്ന ഒരു ടവൽ ഉപയോഗിച്ച് തലയോട്ടി പതിയെ ഒപ്പിയെടുക്കുന്നതാണ് നല്ലത്. യാതൊരു കാരണവശാലും ശക്തിയായിട്ട് തല തോർത്താനായിട്ട് ശ്രമിക്കരുത്. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ചീപ്പിൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് നീളമുള്ള മുടിയാണെങ്കിൽ ഒരിക്കലും വളരെ ടൈറ്റ് ആയിട്ടുള്ള അടുപ്പമുള്ള ചീർപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ലൂസായിട്ടുള്ള റൗണ്ട് ചീപ്പുകളോ ഇല്ലെങ്കിൽ വളരെ നേർത്ത, വളരെ ഉള്ളിൽ അകലമുള്ള ചീർപ്പുകളോ ഉപയോഗിച്ച് വളരെ സ്ലോലി മാത്രമേ മുടി ചീകാനായിട്ട് പാടത്തുള്ളൂ. കാരണം മുടികൾ ഇല്ലെങ്കിൽ കുരുക്ക് വരാനും വളരെ പെട്ടെന്ന് ഇവ ഊരിപ്പോകാനും പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കുളിച്ച ഉടനെ തന്നെ വളരെ നനഞ്ഞിരിക്കുന്ന മുടി ഒരിക്കലും വളരെ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ചീകാൻ പാടില്ല. മുടി പൊഴിച്ചിലുണ്ടാകാൻ സാധ്യത ഏറെയാണ്. ഇനി 6ാമത്തെ കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെൽമറ്റ് അല്ലെങ്കിൽ തൊപ്പി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പലരും ചെയ്യുന്നത്, പ്രത്യേകിച്ച് യുവാക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ വളരെ പെട്ടെന്ന് നീളമുള്ള മുടിയുണ്ടെങ്കിലും ഹെൽമറ്റ് വെച്ച് ഊരിയെടുക്കുമ്പോൾ ഹെൽമറ്റിൻ്റെ കൊളുത്തിലും അല്ലെങ്കിൽ ഹെൽമറ്റിൻ്റെ മുകൾ വശത്തുമെല്ലാം നമ്മുടെ നീളമുള്ള മുടി ഇഴകി പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. ഇത് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തലയിൽ ഒരു ചെറിയ ക്യാപ്പ് വയ്ക്കുക. നിങ്ങൾക്കറിയാം, ഹോട്ടൽ ജോലിക്കാരോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ നമ്മൾ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ തലയിലെ മുടി ഇളകി പോകാതിരിക്കാനോ താഴെ വീഴാതിരിക്കാനോ വയ്ക്കുന്ന നേർത്ത ഒരു ക്യാപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ? വളരെ നേർത്ത ഒരു പേപ്പർ പോലുള്ള ഒരു ചെറിയ ക്യാപ്പുണ്ട്. ഈ ക്യാപ്പ് നിങ്ങൾ വാങ്ങി വയ്ക്കുക. നിങ്ങൾ ഹെൽമറ്റ് വയ്ക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ക്യാപ്പ് വച്ചതിന് ശേഷം, ഹെൽമറ്റോ തൊപ്പിയോ വയ്ക്കുമ്പോൾ ക്യാപ്പ് വച്ചതിന് ശേഷം നിങ്ങൾ ഹെൽമറ്റ് വെച്ച് നോക്കുക. മുടി പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, യാതൊരു കാരണവശാലും തലമുടി നനഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഹെൽമറ്റോ തൊപ്പിയോ ഉപയോഗിക്കാൻ പാടില്ല. പലപ്പോഴും നിങ്ങൾക്കറിയാം,
ഇപ്പോൾ മഴക്കാലമാണ്. നമ്മൾ വളരെ പെട്ടെന്ന് തിരക്കിട്ട് രാവിലെ കുളിച്ചൊരുങ്ങി ജോലിക്ക് പോകുമ്പോഴോ ഇല്ലെങ്കിൽ ഒരു മഴയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വരുന്ന സമയത്തോ തലയോട്ടിയിലോ മുടിയിലോ വെള്ളം കാണാനുള്ള സാധ്യതയുണ്ട്. മുടി നനഞ്ഞിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പൊഴിയാനുള്ള ഊരിപ്പോകാനുള്ള സാധ്യത ഏറെയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തൊപ്പിയോ ഹെൽമറ്റോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മുടി പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുടി ഉണങ്ങിയതിന് ശേഷം മാത്രമേ തലയിൽ ഹെൽമറ്റോ ക്യാപ്പോ ഉപയോഗിക്കാൻ പാടുള്ളൂ. തീർന്നില്ല, നമ്മൾ തലയിൽ നിന്നും ഹെൽമറ്റ് ഊരുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മുടിയിഴകൾ പാറി പറന്ന് ഹെൽമറ്റിന്റെ കൊളുത്തിലോ എല്ലാം ഉടക്കിയിരിക്കും. തലയിലെ ഈ മുടിയിഴകളെല്ലാം ഒതുക്കിയതിന് ശേഷം മാത്രമേ ഹെൽമറ്റ് തലയിൽ നിന്നും ഊരാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ മുടിയിഴകൾ ഈ കൊളുത്തിൽ ഉടക്കിയിരിക്കുന്നത് അതേപടി അങ്ങ് പൊട്ടിപ്പോവുകയോ ഊരിപ്പോവുകയോ ചെയ്യുന്നതാണ്. പലപ്പോഴും ഇതൊന്നും നമ്മൾ അറിയില്ല. 2-3 ദിവസം കഴിഞ്ഞ് നമ്മുടെ മുടിയിഴകൾ ഹെൽമറ്റിൽ പറ്റിയിരിക്കുമ്പോൾ കാണുമ്പോൾ മാത്രമാണ് നമ്മളിതിലെ അബദ്ധം തിരിച്ചറിയുന്നത്. ഇനി മുടി നീട്ടി വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുടിയുടെ അഗ്രങ്ങളാണ്. പലപ്പോഴും മുടിയുടെ അറ്റഭാഗം വിണ്ട് കീറിയിരിക്കുകയാണെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്തെന്നറിയോ? വിണ്ട് കീറിയിരിക്കുന്ന ഭാഗം റഫായിരിക്കും. പലപ്പോഴും ഈ മുടികൾ തമ്മിൽ കൂട്ടിക്കെട്ടിപ്പോകുന്നതിനോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഉടക്കി അവിടെ കൊളുത്തി പൊട്ടിപ്പോകുന്നതിനോ കാരണമാകും. പലപ്പോഴും മുടിയുടെ അഗ്രങ്ങൾ വീണ്ടും കീറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് മുടി പൊഴിച്ചിൽ കൂടുതൽ വരുന്നതിൻ്റെ കാരണം ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നീളമുള്ള മുടിയുടെ അഗ്രങ്ങൾ പരിശോധിക്കുക. ആ ഒരു ഭാഗത്ത് വീണ്ടും കീറലുണ്ടെങ്കിൽ അത്രയും ഭാഗം മാത്രം നിങ്ങളൊന്ന് വെട്ടി നീക്കം ചെയ്യുന്നത് നന്നായിരിക്കും. അത് മുടി പൊഴിച്ചിൽ കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിയുടെ ആരോഗ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നീളമുള്ള മുടിയിഴകൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂട്ട്, അതായത് തലയോട്ടിയുടെ ഹെയർ ഫോളിക്കിൾസ് ഇരിക്കുന്ന ഭാഗങ്ങൾ ഹെൽത്തി ആയിരിക്കണം, നല്ല ഇലാസ്റ്റിസിറ്റി ഉണ്ടാകണം. പലപ്പോഴും നമ്മുടെ തലയോട്ടിയുടെ ഭാഗം ഡ്രൈ ആയി കഴിഞ്ഞാൽ ഹെയർ ഫോളിക്കിൾ പലപ്പോഴും ഇളകിപ്പോകാനോ മുടി നേർത്തു വരുന്നതിനോ കാരണമാകും. ഇത് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലയോട്ടിയിൽ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ ടിപ്പ് ഉണ്ട്, പറഞ്ഞു തരാം. നിങ്ങൾ സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ വാങ്ങുക. വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ നിങ്ങൾക്കറിയാം, അകത്ത് ഓയിൽ പോലിരിക്കും. നിങ്ങളൊരു ചെറിയ പിൻ ഉപയോഗിച്ച് ഇതിലൊരു ഹോൾ ഇട്ടതിന് ശേഷം ഇതിൽ നിങ്ങൾ ഈ ക്യാപ്സ്യൂളിനകത്ത് 2-3 തുള്ളി വൈറ്റമിൻ ഇ ഉണ്ടാവും. ഇത് നിങ്ങളുടെ ഉള്ളംകൈയിൽ എടുത്തിട്ട് വിരൽ കൊണ്ട് തൊട്ട് തലയോട്ടിയിൽ കൂടുതൽ ഡ്രൈനെസ് ഉള്ള ഭാഗത്ത് പുരട്ടുക. ദിവസവും രാത്രിയോ ആഴ്ചയിൽ 2-3 ദിവസം ഇങ്ങനെ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഉൾവശത്തുള്ള ഈ ഓയിൽ നിങ്ങളുടെ തലയോട്ടിയിൽ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് പുരട്ടുന്നത് നമ്മുടെ തലയോട്ടിയുടെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും റൂട്ടിന് കുറച്ചുകൂടി ആരോഗ്യം കിട്ടുന്നതിനും സഹായിക്കും. മറ്റൊന്നും ചെയ്യാതെ ഇത്തരത്തിൽ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അപ്ലൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ നീളമുള്ള മുടിയിൽ ഉണ്ടാകുന്ന ഹെയർ ഫോളിങ്, മുടി പൊഴിച്ചിൽ നമുക്ക് ഗണ്യമായ തോതിൽ കുറച്ച് നിർത്താൻ പറ്റും. ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ വളരെ കോമൺ ആയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇനി അവസാനത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ യാതൊരു കാരണവശാലും നീളമുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ വളരെ ഫോഴ്സ്ഫുള്ളി പുറകിലേക്ക് വെച്ച് നിങ്ങൾ കെട്ടിവെക്കുകയും ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രാക്ഷൻ അലോപേഷ്യ എന്ന് പറയുന്ന മുടിക്ക് വരുന്ന പുള്ളിങ് എഫക്റ്റ് വളരെ സ്ലോലി മുടിയുടെ റൂട്ടിൽ നിന്നും ഇളകി പോകുന്നതിന് കാരണമാകും. സോ നിങ്ങളുടെ മുടിക്ക് പ്രഷർ വരാത്ത തരത്തിലുള്ള ഒരു ഹെയർ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് അത്യാവശ്യം. അതേപോലെ തന്നെ നിങ്ങളുടെ മുടിയുടെ ഷേപ്പ്, നിങ്ങൾക്കിപ്പോൾ വേവി ഹെയർ, തിരമാല പോലുള്ള ഒരു മുടിയാണെങ്കിലോ ഇല്ലെങ്കിൽ ചുരുണ്ട മുടിയാണെങ്കിലോ നിങ്ങൾ നീട്ടി വളർത്തുമ്പോൾ ഇത് പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരക്കാർ, അതായത് ചുരുണ്ട മുടിയോ അല്ലെങ്കിൽ വേവി ഹെയർ ഉള്ള, അതായത് ചെറിയ ചുരുൾച്ചയുള്ള മുടിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ മുടി സ്ട്രെയിറ്റ് ചെയ്തതിനു ശേഷം മാത്രം ഇവ നീട്ടി വളർത്തുക. എങ്കിൽ നമുക്ക് ഈ നീളമുള്ള മുടി പൊഴിച്ചിൽ ഇല്ലാതെ നമുക്ക് സംരക്ഷിക്കാം. ഞാനീ പറഞ്ഞ ഇൻഫർമേഷൻ ഇന്നൊരു 15 വയസ്സ് മുതൽ തന്നെ മുകളിലേക്കുള്ള യുവാക്കളിലും പെൺകുട്ടികളിലും കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തലമുടി നീട്ടി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഞാനീ പറഞ്ഞ സിമ്പിളായിട്ടുള്ള ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.